സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലണിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ആരാധന ആരാധന. വലത് കരമുയർത്തി ആരാധന ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിക്കുക. എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി അഭിഷേകം എല്ലാ കുടുംബങ്ങളിലും എല്ലാ മക്കളിലും വന്ന് നിറയാൻ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് കർത്താവിനെ വിളിച്ചാരാധിച്ച് എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും ഈശോയുടെ സന്നിധിയിലേക്ക് എന്തുമാത്രം ആനന്ദത്തോടെയാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈശോ സന്തോഷത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ദിവ്യവചനങ്ങൾ തന്നും ദിവ്യകാരുണ്യമായ ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകിയും നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്ന പുണ്യപ്പെട്ട സുദിനമാണ്. ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 32 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അത് നമുക്കറിയാം, യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു ദൈവവചന ഭാഗം. ആദ്യം നമുക്കൊന്ന് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 32 മുതലുള്ള ദൈവവചനങ്ങൾ. യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എൻ്റെ കൂടെയുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. അവർ വഴിയിൽ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറേ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാരായിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് യേശു വഞ്ചിയിൽ കയറി മഗ്ദാൻ പ്രദേശത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, എന്തുമാത്രം നമ്മുടെ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ദൈവവചന ഭാഗമാണെന്നോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 32 മുതലുള്ള വചനങ്ങൾ. ഇതിലൂടെ നമുക്ക് ഇന്ന് ഈശോ പ്രധാനമായും 4 കാര്യങ്ങളാണ്, 4 സന്ദേശങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ വചനഭാഗം ഇങ്ങനെയാണ്. ആ 32-ാം വചനത്തിൽ
3 ദിവസമായി അവർ എന്നോട് കൂടിയാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്നതാണെന്നോ? അതായത് പ്രിയപ്പെട്ടവരെ, ഈശോയോട് കൂടെ നിൽക്കുന്നവരുടെ കാര്യം ഈശോയ്ക്ക് കൃത്യമായിട്ടറിയാം. മാത്രമല്ല, അവരുടെ കാര്യം ഈശോ നോക്കിക്കൊള്ളൂ. ഈശോയുടെ കൂടെ നിൽക്കുന്നവരുടെ കാര്യം ഈശോയ്ക്ക് കൃത്യമായിട്ടറിയാം. അവരുടെ കാര്യങ്ങൾ ഈശോ നോക്കിക്കൊള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ പിന്നെ ഒന്നിനെക്കുറിച്ചും നമുക്ക് ഉത്കണ്ഠകൾ ആവശ്യമില്ല. കാരണം എന്താ? കർത്താവിന് നമ്മുടെ കാര്യം വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാം. അപ്പോൾ എങ്ങനെ നിൽക്കേണ്ടതെന്നുള്ളതാണ്. വചനം ശ്രവിച്ചും ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിച്ചും പ്രാർത്ഥിച്ചും സ്വയം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് യേശുമിശിഹാ ശ്രദ്ധാലുവാണ്. അതുകൊണ്ടല്ലേ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞത്, ഒരു പുഷ്പം, ലില്ലിപ്പുഷ്പം മുളച്ചു വളരുന്നു, വിടരുന്നു, ഉടനെ തന്നെ കൊഴിഞ്ഞു പോകുന്നു. അതിനെ പിതാവായ ദൈവം ഇത്രയേറെ അലങ്കരിക്കുന്നുവെങ്കിൽ നിങ്ങളെ എന്തുമാത്രം അവിടുന്ന് സംരക്ഷിക്കും, എന്തുമാത്രം നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണോ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യം, നമ്മുടെ ആവശ്യം കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പായും നമ്മൾ വിശ്വസിക്കണം. അതങ്ങനെ തന്നെ സംഭവിക്കും. ഈശോ അതുകൊണ്ടല്ല അരുളി ചെയ്തത്, നാളെയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ വേണ്ട എന്ന്. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഈശോയുടെ കൂടെ നിൽക്കുന്നവരുടെ കാര്യം ഈശോയ്ക്കറിയാം, ആ കാര്യം കർത്താവ് നിറവേറ്റിത്തരും. രണ്ടാമത്തെ സന്ദേശം അത് നമ്മൾ കാണുന്നത് ഈ മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലെ 32 മുതലുള്ള ദൈവവചന ഭാഗങ്ങളിൽ ശിഷ്യന്മാർ പറയുന്ന കാര്യമാണ്. ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു, ഇവർ മരുഭൂമിയിൽ തളർന്നു വീഴാൻ ഇടയുണ്ട് എന്നൊക്കെ. ഇവർ മരുഭൂമിയിൽ തളർന്നു വീഴും, ഇത്രമാത്രം ആളുകൾക്ക് കൊടുക്കാൻ മാത്രം ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? അതായത് ശിഷ്യന്മാർ നമ്മളെപ്പോലെയുള്ളവരാണ്. ഞാനും നമ്മളുമൊക്കെ നോക്കുമ്പം മരുഭൂമിയിൽ ചെന്നിട്ട് നോക്കുമ്പം അവിടെ ഭക്ഷണത്തിനുള്ള യാതൊരു സാധ്യതയും കാണില്ല. മാത്രമല്ല, ഒന്ന് ജീവിക്കാനുള്ള ഒരന്തരീക്ഷവും മരുഭൂമിയിലില്ല. ആകപ്പാടെ ഉണങ്ങി വരണ്ട ഊഷര ഭൂമിയാണ്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, അവരവരുടെ സാധാരണമായ ചിന്ത വെച്ച് പറഞ്ഞു, കർത്താവേ, ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടുന്ന് എന്ത് കിട്ടും? ഒരു സംഗതിയില്ലല്ലോ, ഒരു കാര്യങ്ങളും സാധ്യതയും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇതിൻ്റെ ശക്തമായ വചന സന്ദേശം എന്താണെന്നോ? നമ്മൾ ഓർക്കും ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു സാധ്യതയുമില്ല, വലിയ കടമാണ്. നമ്മൾ വിചാരിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ വലിയ രോഗമാണ്, ഇനി സൗഖ്യം കിട്ടില്ല എന്ന്. നമ്മൾ വിചാരിക്കും ഉള്ള ജോലിയൊക്കെ പോയല്ലോ, ഇനി എങ്ങനെയാണ് ജോലി കിട്ടുന്നത്? ഒരു സാധ്യതയും ഒരു വാതിലുകളും ഇങ്ങനെ തുറന്നു കാണുന്നില്ലല്ലോ എന്ന്. നമ്മൾ വിചാരിക്കും എല്ലാ കച്ചവടവും മുടങ്ങിപ്പോയി, ബിസിനസ് ഒന്നും നടക്കുന്നില്ല, ഇനി പച്ച പിടിക്കില്ല, ജീവിതം അപ്പാടെ കൂരിരുട്ടുകൊണ്ട് നിറഞ്ഞുവെന്ന്. ഒരു വലിയ സത്യം ഈശോ ഈ വചനത്തിലൂടെ പറഞ്ഞു തരുന്ന ഇതാണ്: നമ്മൾ കാണാത്തത് കർത്താവ് കാണുന്നുണ്ട്. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ഒരു 100,000 സാധ്യതകൾ കർത്താവ് യേശുമിശിഹാ തുറന്നു തരും. ഒരു വാതിലടഞ്ഞാൽ 9 വാതിലുകൾ ഈശോ തുറന്നു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് എല്ലാം സാധ്യമാണ്. മാത്രമല്ല, കർത്താവ് യേശുമിശിഹാ മരുഭൂമികളെ മരുപ്പച്ചയാക്കി തീർക്കും. വലിയ രോഗമുള്ള വ്യക്തികൾക്ക് സൗഖ്യം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ഈശോ അവരെ അനുഗ്രഹിക്കും. കടബാധ്യതകൾ നമ്മളൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഈശോ അത് മാറ്റിത്തരും. കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മരുഭൂമിയിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഈശോ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പെട്ടെന്ന് പറഞ്ഞ്,
ഇവിടെ ഭക്ഷണവും ഇല്ല, ഹോട്ടലും ഇല്ല, യാതൊരു സാധ്യതയില്ല എന്ന്. കർത്താവ് യേശുമിശിഹ അസാധ്യതകളിൽ സാധ്യത പ്രവർത്തിക്കുന്നവനാണ്. ഇനി മൂന്നാമത്തെ ശക്തമായ സന്ദേശം ഇങ്ങനെയാണ്. ആ വചനഭാഗം ഇങ്ങനെയാണ്. ഈശോ പറയുന്നൊരു കാര്യമാണ്, അവർ വഴിയിൽ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ അവർക്ക് ആഹാരം കൊടുക്കണം. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുണ്ട്. 2 തരത്തിലുള്ള സന്ദേശമാണ് അതിലുള്ളത്. ഒന്ന്, ആത്മീയമായി തളർച്ച വരാതിരിക്കാനായിട്ട് നമ്മൾ ആത്മീയ ഭക്ഷണം കഴിക്കണം. അതെന്തൊക്കെയാ? വചനം, വിശുദ്ധ വചനം, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. ഇങ്ങനെയുള്ള ആത്മീയ ഭക്ഷണം കൊണ്ട് നമ്മൾ പരിപോഷിപ്പിക്കപ്പെട്ടാൽ ഒരു തരത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയമായി തളർന്നു പോവില്ല, തകർന്നു പോവില്ല. ഈശോ പറഞ്ഞു അവർ വഴിയിൽ തളർന്നു പോകാതിരിക്കാൻ. അതായത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മൾ തളർന്ന് വീണ് തകർന്നു പോകാതിരിക്കാനായിട്ട് ആത്മീയ പോഷണം, ആത്മീയ ഭക്ഷണത്തിലൂടെ നിരന്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. വർഷത്തിൽ 1 കുമ്പസാരിച്ചാൽ പോരെന്ന്, വല്ലപ്പോഴും ഒരു വചനം വായിച്ചാൽ പോരാ എന്ന്, എപ്പോഴെങ്കിലും ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിച്ചാൽ പോരാ എന്ന്. അത് കൂടെ വേണം, നിരന്തരം വേണം. അങ്ങനെ ആത്മീയമായി നമ്മൾ ശക്തി പ്രാപിക്കണം. ഇനി ഭൗതികമായ വിധത്തിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ തളർച്ച മാറ്റാൻ, വീടിൻ്റെ എല്ലാ തകർച്ചകളും മാറ്റാൻ, സാമ്പത്തികമായി ഭൗതികമായി ഈശോ നമ്മളെ അനുഗ്രഹിക്കും. കാരണം കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ആ ജനത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അവർ തിരിച്ചു പോകുമ്പം വിശന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈശോ വചനത്തിൽ പറഞ്ഞത്, വഴിയിൽ അവർ തളർന്ന് വീഴാൻ ഇടയുണ്ട്. വഴിയിൽ അവർ തളർന്ന് വീഴാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കൊടുത്തേ മതിയാകൂ എന്ന്. ഇത്രയേറെ ശ്രദ്ധയുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഇനി 4ാമത്തെ സന്ദേശം ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിലൂടെ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു 7, കുറേ ചെറിയ മത്സ്യമുണ്ട്. അതാ 34 വചനത്തിൻ്റെ 2ാം ഭാഗമാണ്. അതായത് നമ്മുടെ കൈവശം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതല്ല, കർത്താവിന് കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാകണം. എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമെന്ന് തോന്നുന്നെങ്കിലും ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനെ 10 മടങ്ങല്ല 100 മടങ്ങായി കർത്താവ് വളർത്തി വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ ചെറിയ കഴിവുകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ സിദ്ധികൾ, പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ആഗ്രഹം, ഏത് കാര്യമായാലും ഈ ദിവ്യകാരുണ്യമായ ഈശോയിലേക്ക് അങ്ങ് കൊടുത്താൽ പ്രിയപ്പെട്ടവരെ 10 ഇരട്ടിയായി 100 മടങ്ങായി കർത്താവ് അതിനെ വർദ്ധിപ്പിക്കും. അത്രയധികം ആളുകൾ, 4000 പുരുഷന്മാരും എല്ലാ സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് കഴിഞ്ഞിട്ടും അവർ 7 കുട്ട നിറയെ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ അങ്ങേ അറ്റം വരെ ഈശോ നമുക്ക് നൽകും. വളർച്ചയും ഉയർച്ചയും തന്ന് ഈശോ നമ്മളെ അനുഗ്രഹിക്കും. എന്താ ചെയ്യേണ്ടത്? ഒരു മടിയും കൂടാതെ നമ്മുടെ ചെറിയ ചെറിയ എല്ലാ സിദ്ധികളെയും എല്ലാ കൃപകളെയും കർത്താവിലേക്കൊന്ന് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കാനായിട്ട് മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഓർക്കുക, കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ്. അതുകൊണ്ടല്ലേ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോ എഴുന്നള്ളിയിരിക്കുകയാണ്. കർത്താവ് പറയും, അവരെ കണ്ടിട്ട് എനിക്ക് അനുകമ്പ തോന്നുന്നുവെന്ന്. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരെക്കുറിച്ച് ഈശോ എപ്പോഴും ശ്രദ്ധിക്കും. നമുക്കാവശ്യമുള്ളത് ദിവ്യകാരുണ്യമായി ഈശോ നൽകുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് തോന്നുന്നിടത്ത് എല്ലാ സാധ്യതകളും ഈശോ തുറന്നു തരും. 2 കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നല്ലോ, കാത്തു രക്ഷിക്കുന്നല്ലോ. അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന
ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച മക്കളെ, എന്നിട്ട് ഈശോയെ തന്നെ നോക്കുക. ഈശോയെ തന്നെ നോക്കി കരം ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ. കൈകൾ കൂപ്പിക്കൊണ്ട് എല്ലാം അറിയുന്ന തമ്പുരാനേ, എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. ഒരിക്കൽ കൂടി എല്ലാം അറിയുന്ന തമ്പുരാനേ, എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. കർത്താവേ, അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തല്ലോ, ഞാൻ നിന്നെ രക്ഷിക്കുന്ന കർത്താവാണ്, നിനക്ക് രക്ഷയേകാൻ നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. എൻ്റെ ഈശോയെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എത്രയോ അധികം രാജ്യങ്ങളിലാണ് ജനങ്ങൾ കൊടും പട്ടിണിയിലായിരിക്കുന്നത്. ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാ തരത്തിലും ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ. എൻ്റെ പൊന്നുതബ്രാനെ, ജനക്കൂട്ടം വിശന്ന് പൊരിയുന്നത് കണ്ടപ്പോൾ അങ്ങേക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നിയതുപോലെ ഈശോയെ, ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന എല്ലാ ജനകോടികളുടെ മേലും അങ്ങയുടെ കരുണ കാണിക്കണമേ. അവരുടെ മേൽ അങ്ങ് കരുണ ചൊരിയണമേ. കർത്താവേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എന്തുമാത്രം പേരാണ് സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും വേദനിച്ചും നിലവിളിച്ചും കഴിയുന്നത്, ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ. ഈശോയെ, അവരെ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, 5 അപ്പം വർദ്ധിപ്പിച്ചതുപോലെ, 7 അപ്പം വർദ്ധിപ്പിച്ചതുപോലെ എല്ലാ മക്കൾക്കും ഭക്ഷണ സാധനങ്ങൾ നൽകി ഭക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സ്വരുക്കൂട്ടി അവരുടെ മേൽ കരുണ കാണിക്കണമേ. 2 കരങ്ങൾ ഉയർത്തുക മക്കളെ, 2 കരങ്ങൾ ഉയർത്തുക. ലോകത്തിൽ പട്ടിണി അനുഭവിക്കുന്ന കോടിക്കണക്കിനായ ആളുകൾക്ക് വേണ്ടി നമുക്ക് കരമുയർത്തി കർത്താവിനെ വിളിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഈശോയോട് കൂടെ നിൽക്കുന്നവരുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. ഉറച്ച വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് നമുക്കൊന്ന് സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ചുണരട്ടെ. യേശുവേ, കരങ്ങൾ കൂപ്പിക്കൊണ്ട് എല്ലാം അറിയുന്ന തമ്പുരാനേ, എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. ഈശോയെ, അങ്ങനെ ചെയ്തില്ലേ? മക്കൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണമെന്ന് അറിയാവുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് വേണ്ടതെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. അത് തക്ക സമയത്ത് അവിടുന്ന് നിറവേറ്റിത്തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. എൻ്റെ ഈശോയെ, ഈ ആരാധനാ സമയത്ത് അങ്ങേ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന്. ഈശോയെ, ഒരു സാധ്യതയും കാണാതെ ജീവിക്കുന്നവർ, ജീവിതം മുന്നോട്ട് നയിക്കാനായി ഒരു സാധ്യതയും കാണാതെ വിഷമിക്കുന്നവരുണ്ട്. മുന്നിൽ മുഴുവൻ മരുഭൂമിയാണ്, ഊഷരഭൂമിയാണ്. ഒരു മരിപ്പച്ച പോലും, ഒരു തണല് പോലും, ഒരു തളിര് പോലും കാണാതെ മരുഭൂമിയിൽ അന്തം വിട്ടു നിൽക്കുന്ന ജനലക്ഷങ്ങൾ
ഇന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ, ഈ ദേശത്തെ, ഈ ലോകത്തിലുണ്ട് കർത്താവേ. ഈശോയെ, അവരുടെ കാര്യങ്ങളിൽ അങ്ങ് ശ്രദ്ധാലുവാകണമേ. ഭവനമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തികമായി തകർന്നവർ, രോഗത്താൽ വലയുന്നവർ, എല്ലാ തരത്തിലും മാനസികമായ ശാരീരികമായ രോഗപീഠകൾ, വേദനകൾ അനുഭവിച്ച് ജീവിക്കുന്നവർ, ഈശോയെ, മുന്നിൽ അവർക്കൊക്കെ മരുഭൂമി മാത്രമാണ്. എന്നാൽ ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഒരിക്കലും കൈവിടില്ല എന്ന്. മക്കളെ, നമുക്ക് ആ കർത്താവിൻ്റെ പക്കലേക്കൊന്ന് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, യേശുവേ എന്ന് നിർത്താതെ വിളിച്ച് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കും. മരുഭൂമികളെയൊക്കെ കർത്താവ് യേശുമിശിഹായ്ക്ക് മരുപ്പച്ചകളാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് കർത്താവിനെ വിളിച്ചുണരട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. കർത്താവിന്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ട് അത്ഭുതകരമായ വിധത്തിൽ ഈശോ സകല മക്കളെയും സംരക്ഷിക്കും, സകല മക്കളെയും കാത്തുരക്ഷിക്കും. സകല മക്കൾക്കും ഈശോ അനുഗ്രഹങ്ങൾ നൽകും. കരമുയർത്തി, സ്വരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന് എല്ലാം അറിയുന്ന തമ്പുരാനേ, എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. ഒരിക്കൽ കൂടി എല്ലാം അറിയുന്ന തമ്പുരാനേ, എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. കരങ്ങൾ കൂപ്പുക മക്കളെ. കർത്താവ് യേശുമിശിഹ ഇപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരോടും അരുളി ചെയ്യുന്നത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകേണ്ട. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ 100% വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതത്തിലെ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയ്ക്ക് ആവശ്യമില്ല. കാരണം അവിടുന്ന് ഇതാ ദിവ്യകാരുണ്യമായിട്ട് നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പേരുകൾ ചൊല്ലി വിളിച്ച് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ഓരോരുത്തർക്കും എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കർത്താവ് യേശുമിശിഹായാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച്, കർത്താവിൻ്റെ ശക്തി കൊണ്ട് നിറയുമ്പോൾ നമ്മൾ ആത്മീയമായും ഭൗതികമായും പുഷ്ടി പ്രാപിക്കും, അഭിവൃദ്ധിയുള്ളവരാകും, ശക്തിയുള്ളവരാകും. അതിനായിട്ട് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം, എന്തിനെക്കുറിച്ചുള്ളതായാലും നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചിട്ട് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങളങ്ങേ വിളിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഏത് ഉത്കണ്ഠകളും കർത്താവിലേക്ക് വിട്ടുകൊടുത്തുക. കർത്താവ് നമ്മളെ കാത്തുരക്ഷിക്കും, കർത്താവ് നമ്മളെ സംരക്ഷിക്കും. ഈശോയുടെ അനുഗ്രഹം മാത്രം മതി, നമ്മൾ രക്ഷ പ്രാപിക്കും. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കർത്താവേ, എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. മുട്ടുകൾ കുത്തിക്കൊണ്ട് എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും ഞങ്ങൾക്കു തുണയാകണേ. 2 കരങ്ങളും തുറന്നു പിടിച്ച്
എപ്പോഴും നമുക്ക് തുണ നൽകി സംരക്ഷണം നൽകുന്ന ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹാല 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 ഹാല. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ, ദൈവ ശക്തി കൊണ്ട് നിറയട്ടെ, കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അല്പം കൂടി സ്വരം ഉയർത്തി സ്തുതിക്കാം മക്കളെ. ഇനിയും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ഉറക്കെ വിളിച്ച് സ്തുതിച്ചുണരട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, ജോലികളെ, ജോലി സ്ഥലങ്ങളെ, കൃഷിയിടങ്ങളെ, ഓഫീസിലെ ഈശോ അനുഗ്രഹിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെല്ലാം അറിയുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും